മറ്റു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുവിന്റെ മരണം. മേലേമുള്ളി ഊരിൽ ശാന്തി മരുതൻ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനേഷ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇത്തരം അട്ടപ്പാടിയിൽ നവജാത ശിശുവിന്റെ മരണം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ മറ്റോ എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ വിനേഷ്? മേലേമുള്ളിയൂരിലുള്ള ശാന്തി മരുതൻ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. ഇത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രി, അതായത് അട്ടപ്പാടിയുള്ള കോട്ടത്തറ ട്രൈബൽ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത്. ാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അട്ടപ്പാടിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹവുമായി ആദിവാസികൾ അല്പസമയം മുമ്പ് പ്രതിഷേധിച്ചത്. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ മതിയായ സൗകര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. തുടർന്ന് അഗളി എസ്ഐയുടെ നേതൃത്വത്തിൽ ഗൈനക്കോളജിസ്റ്റുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ സമരം ആദിവാസികൾ അവസാനിപ്പിച്ചത്. അപ്പൊ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് ഏതെങ്കിലും ഇതിലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാനോ മറ്റോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമോ വിനേഷ്? ടോം, നമുക്കറിയാം, പൊതുവെ ഈ അട്ടപ്പാടിയിൽ നവജാത ശിശുക്കളുടെ മരണം ഒരു പുതിയ സംഭവമല്ല. അത് എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇത് കാരണം ഒന്ന്, മതിയായ ചികിത്സാ സംവിധാനമില്ല. ഇപ്പൊ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലാണെങ്കിൽ പോലും ഒരു വിദഗ്ധ ചികിത്സ കിട്ടണമെങ്കിൽ ഒന്നിൽ കോയമ്പത്തൂരിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണ്. പാലക്കാട് എത്തിയിട്ടും കാര്യമില്ല. പാലക്കാടും അത്രത്തോളം വിദഗ്ധമായ ചികിത്സ ലഭ്യമാകാനുള്ള സൗകര്യം പാലക്കാടും ഇല്ല. പ്രധാനമായും തമിഴ്നാടിനെയാണ് ഇവിടെയുള്ള ആളുകൾ ആശ്രയിക്കുന്നത്. അവിടെ കുട്ടികൾ ഈ പോഷകാഹാരക്കുറവ് വലിയ തോതിൽ തന്നെ അവിടുത്തെ സ്ത്രീകളിൽ വിളർച്ചയും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്നു. ഗർഭകാലത്ത് മതിയായ പരിചരണം ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അവിടെ ധാരാളമുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അട്ടപ്പാടിയിലെ വിഷയങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആദിവാസികൾക്ക് ഇപ്പോഴും ഈ പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾ, ഈ സിക്കിൾ സെൽ അനീമിയ പോലുള്ള അസുഖങ്ങൾ അവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പ്രധാനമായും ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. പക്ഷേ ഈ സംഭവം, അതായത് ഇന്നലെ നടന്ന സംഭവം, ഇന്നുണ്ടായ സംഭവത്തിന്റെ കാരണം അതല്ല. ഈ കുട്ടിയെ താലൂക്ക് കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും അത് ശരിയായില്ല. ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ ആശുപത്രിക്കെതിരെയുള്ള ആരോപണവുമായാണ് ആദിവാസികൾ വന്നത്. കുട്ടി മരിക്കാനുണ്ടായ കാരണം ആശുപത്രി അധികൃതരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിക്ക് മുമ്പിൽ ആദിവാസികൾ സമരം സംഘടിപ്പിച്ചത്. എന്തായാലും അഗളി എസ് ഐ ആണ് വിഷയം പരിഹരിക്കാൻ നടപടി എടുക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് സമരം അവസാനം. വ്യക്തമാണ്. എസ് വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടിയിലാണ് വീണ്ടും നവജാത ശിശു മരണം ഉണ്ടായിരിക്കുന്നത്. മേലേമുള്ളി ഊരിൽ ശാന്തി മരുതൻ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.